ശ്രീ ഹരിദാസ്, ഇവിടെ ഇവിടെ ഇപ്പോൾ കളർകോട് അപകടം ഉണ്ടായത് റോഡിൻ്റെ വളവ് കൊണ്ടാണോ എന്നൊരു ചർച്ചയിൽ നമുക്ക് ഇപ്പം എൻ്റെ ഒരു വാദത്തെ തോൽപ്പിക്കാൻ നമുക്ക് ചോദിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണ്? ഈ വളവിൽ മാത്രം അപകടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. മഴയൊന്ന് ചാറിയാൽ അവിടെ എന്താണ് ഈ കണ്ണാടി മിററിൻ്റെ പുറത്ത് പോലെ അല്ലെങ്കിൽ പാമ്പിൻ്റെ പുറം പോലെ വഴുവഴാന്നാവുന്ന റോഡാണ്. അവിടെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല, ഇടിക്കുമെന്നുള്ള കാര്യം നാട്ടുകാർക്ക് ഉറപ്പാണ്. അങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ പണ്ട് അലൈൻമെൻറ്റ് സമയത്ത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇനി ഇപ്പോഴാണ് ഇത് കാണുന്നത് എന്ന ചോദ്യം തിരുത്താനുള്ള ദിശയിലുള്ള ചോദ്യമാണോ അതോ നിഷേധാത്മക ചോദ്യമാണോ ശ്രീ എം കെ ഹരിദാസ്? അത് അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടുള്ളൊരു ചോദ്യമാണ്. മാത്രവുമല്ല, ഇത്തരത്തിലൊരു അപകടം നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി നിങ്ങൾ ഈ അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വളവ് നികരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ കൃഷ്ണദാസ്, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക. ഈ കാണേണ്ടത് കാണുകയും കേൾക്കേണ്ടത് കേൾക്കുകയും ചെയ്യാത്ത രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഉണർത്താൻ വേണ്ടിയിട്ട് ഹാഷ്മിയെ പോലുള്ള പത്രപ്രവർത്തകരും ഇത്തരത്തിലുള്ള ചാനൽ മേധാവികളും കൂടിയിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകളും കൂടി സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താവും ശ്രീ കൃഷ്ണദാസ്? അപ്പോൾ അതൊക്കെ ഇത്തരത്തിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ ഇവരൊന്നും അറിയെങ്കിലും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ. വളവ് എവിടെയാണ്, തിരിവ് എവിടെയാണ്? ഞാനിപ്പോൾ ഈ 24-ൻ്റെ സ്റ്റുഡിയോയിൽ നിന്നുള്ള സംസാരിക്കുന്നത് ഒരു പൂജാരി വളവ് പറഞ്ഞിട്ട് ഇവിടുന്ന് ഏകദേശം വെളിപ്പാടാകെ ഒരു പൂജാരി വളവുണ്ട്. എക്കാലത്തും ബ്ലാക്ക് സ്പോട്ടാണ് ആ സ്ഥലം. അവിടെ ഉണ്ടാവാത്ത അപകടങ്ങളില്ല. ഏകദേശം ഒരു മാസം മുമ്പാണ് ഒരു പ്രൈവറ്റ് ബസ് ഇടിച്ച് കയറിയിട്ട് ഒരാൾ മരിച്ചിരിക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള റോഡാണത്. എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വിളിച്ചു പറയാൻ മാധ്യമപ്രവർത്തകർ കൂടി തയ്യാറാവാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുക? എം കെ ഹരിദാസ് നടുറോട്ടിൽ ഇറങ്ങി നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഈ റോഡിൻ്റെ ഈ വളവ് നികർത്തണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുക? ഈ വളവിൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കുക? പുറത്തിറങ്ങുന്ന സ്കൂൾ കുട്ടികൾ പോലും, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ കൃഷ്ണദാസ്, ഇവിടുത്തെ ഈ മരണം സംഭവിക്കുന്നത് ഇപ്പോൾ 5 പേര് കളർകോട് മരിച്ചതായാലും ഇവിടെ 4 കുട്ടികൾ മരിച്ചതായാലും പാവങ്ങളായിട്ടുള്ള നാടോടികൾ നാട്ടികയിൽ മരിച്ചതായാലും അവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മരണം പോലും നമ്മുടെ റോഡുകളിലെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ, റോഡ് കിടന്നുറങ്ങാനുള്ളതല്ല, അവിടേക്ക് ഒരു വിധത്തിലും ഒരു വാഹനം വരില്ലെന്നുള്ള ഉറപ്പിലാണ് ആ പാവങ്ങൾ നാട്ടികയിൽ കിടന്നുറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കളർകോടുണ്ടായ സംഭവങ്ങളായാലും റോഡിനെ കുറിച്ചിട്ടും റോഡ് സുരക്ഷയെക്കുറിച്ചും റോഡിൻ്റെ അലൈൻമെൻറ്റിനെ കുറിച്ചിട്ടും പഠിച്ചിട്ട് നാളെ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള നമ്മളുടെ ചിന്താഗതി ഉണ്ടല്ലോ, അത് ശരിയാവില്ല. അതിനല്ല നമ്മൾ നികുതി പണം തരുന്നത്. കാരണം ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ആണെങ്കിൽ അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉണർത്തുപാട്ട് പാടുന്ന മാധ്യമങ്ങളെ കൊച്ചാക്കിക്കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് താങ്കൾ സംസാരിച്ച രീതി ഇന്ന് ഈ അപകടം നടന്ന ദിവസം ശരിയായിട്ടില്ല. ശ്രീ ഹാഷ്മി, ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതൊരു കേന്ദ്രമന്ത്രി ഇന്നലെ പാർലമെൻറ്റിൽ എല്ലാവരെയും നോക്കി പറയുകയാണ് അന്തർദേശീയ സമ്മേളനങ്ങളിൽ പോയിട്ട് ചൂളിക്കൊണ്ട് മറഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥിതിഗതി എന്താണ് എന്നുള്ളത്, അദ്ദേഹം സത്യസന്ധനായ ഒരു മന്ത്രിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രം ഭരിച്ചിട്ടുള്ള എല്ലാ മന്ത്രിമാരിലും അദ്ദേഹം വളരെയധികം നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത്തരത്തിൽ പറയുമാറുള്ള റോഡുകളാണ് ഇന്ത്യയിലെ എന്നുള്ളതും അവിടെ അപകടങ്ങൾ നടക്കുന്നത് റോഡിൻ്റെ പരിതസ്ഥിതി മൂലമാണ് എന്നും ഒരു കേന്ദ്രമന്ത്രി വിളിച്ചു പറയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മൾ റോട്ടിൽ വാഹനങ്ങൾ എങ്ങനെ ഓടിക്കും, നമ്മൾ സൈക്കിൾ എങ്ങനെ ഓടിക്കും, നമ്മൾ മോട്ടോർ സൈക്കിൾ എങ്ങനെ ഓടിക്കും? ഒന്നും വേണ്ട, കാൽനടയായിട്ട് നമ്മൾ എങ്ങനെ പോകുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ നാഷണൽ ഹൈവേ പണി തീർക്കുന്ന റോഡുകളുടെ മേൽനോട്ടം വഹിക്കുകയും അതിൻ്റെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ അതിൻ്റെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോ നാഷണൽ ഹൈവേക്കോ അയച്ച ഒരു 5 ലെറ്ററിൻ്റെ കോപ്പി ചോദിച്ചിട്ട് ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ PWD ഓഫീസിലേക്ക് അയച്ച കത്തിന് മറുപടി വന്നത് എന്താണെന്ന് ഹാഷ്മിക്ക് അറിയുമോ? ഒരു കത്തും ഇതുവരെ. നാഷണൽ ഹൈവേ ഇവിടെ പണിത് പോകുന്നു, റോഡ് പണിയണു, വളവുണ്ടോ തിരിവുണ്ടോ, അവിടെ ടാർ ഉപയോഗിക്കുന്നുണ്ടോ, മെറ്റൽ ഉപയോഗിക്കുന്നുണ്ടോ, ബിറ്റുമിൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതൊന്നും നോക്കാൻ സംസ്ഥാന സർക്കാരിന് നേരമില്ല. അതിനാരെയും ഉത്തരവാദപ്പെടുത്തിയിട്ടില്ലെന്ന് രേഖാമൂലം എഴുതി തരാൻ ഒരു ഉളുപ്പുമില്ലാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ശ്രീ നിജേഷ്, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഉത്തരവാദിത്വവും നിങ്ങളുടെ പ്രതിപക്ഷം കേരളത്തിൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഞാൻ വിഷയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് വ്യതിചലിക്കുകയാണ് ശ്രീ ഹാഷ്മി.
നിങ്ങൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതല ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തിരുന്നുവെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ധാർഷ്ട്യം കൊണ്ട് നടു റോട്ടിലൊരു സ്റ്റേജ് കെട്ടിയിട്ട് പരിപാടി തിരുവനന്തപുരത്ത് നടത്തില്ല, അവരുടെ സമ്മേളനം നടത്തില്ല. കാരണം പ്രതിപക്ഷത്തുള്ള ഒരു MLA എങ്കിലും DGP ഓഫീസിന് മുന്നിൽ പോയിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു കോടതി ലക്ഷ്യം അവിടെ നടക്കുന്നു എന്ന് പറയാൻ തയ്യാറായോ? തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ അപകടം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണപക്ഷത്തിനാണെന്ന് പറയരുത്. കാരണം അങ്ങയോട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 2013 ഒരു ചർച്ച കഴിഞ്ഞിട്ട് റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ ഞാനും കാറിൽ ഒരുമിച്ച് മടങ്ങാനിടയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, 2013-14 ഭരിക്കുന്നത് UDF ആണ്. ഒരു തെറ്റ് ചെയ്ത ഒരു സൂപ്പർവൈസറെ സ്ഥലം മാറ്റാൻ പോലും ചീഫ് എഞ്ചിനീയർക്ക് ആവില്ല എന്നുള്ളൊരു ഇൻഡാസ് ഇറക്കിയവരാണ് അന്നത്തെ UDF ഭരണം. അതും രാഷ്ട്രീയ പാർട്ടിയും മന്ത്രിയുമായി ചർച്ച ചെയ്തതിന് ശേഷമേ ചെയ്യാവൂ. അദ്ദേഹം ഒരു 6 പേർക്ക് ഷോക്കസ് നോട്ടീസ് കൊടുത്തു, റോഡ് പണിയുടെ അപാകത കണ്ടെത്തിയിട്ട് ആ ചീഫ് എഞ്ചിനീയർ. അപ്പോൾ അത് റദ്ദാക്കുക മാത്രമല്ല, മേലിൽ ഇത്തരത്തിൽ നടപടികൾ എടുക്കണമെങ്കിൽ മന്ത്രിയുമായി ഡിസ്കസ് ചെയ്തിട്ട് മതി എന്നുള്ള ഇൻഡാസ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുക? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൈകളൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സംശുദ്ധമാണ്, ഇത് മുഴുവൻ ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ പരാജയമാണ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകിയല്ല പ്രതിപക്ഷം വേണ്ടത്. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഒരു കുഞ്ഞ് മരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു നേരം വെളുപ്പിക്കാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മുടെ ഇവിടുത്തെ അപകടങ്ങൾ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് പോലീസും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും PWDയും കൈകോർത്തുകൊണ്ട് ഇവിടെ ഒരു ഓർഗനൈസേഷൻ, ഒരു സെറ്റപ്പ് ഉണ്ടാക്കാത്ത പക്ഷം ഹാഷ്മി ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മളെ രാവിലെ വിളിച്ചുണർത്തുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്.